CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ പാലത്തായി പീഡന കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും കാര്യങ്ങളും ഒക്കെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും SDPI ഒക്കെ രംഗത്ത് വരുന്നത്. എത്രയോ ഉസ്താദുമാരുടെ ഈ അവരുടെ മദ്രസകളിലെ പീഡനവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനെതിരെയൊന്നും ഇവര് സംഘടിച്ച് പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. സർ ഒന്ന് ആലോചിച്ചോക്കെ, ചോദിച്ചതിൽ കാര്യമില്ല എന്ന് സാറിന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വാസ്തവത്തിൽ ഞാൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ CPM നേതാക്കൾ ഏറെ കാലമായിട്ട് സത്യം പറയാൻ മറന്നുപോയിരിക്കുകയാണ്. ഇതാ ഒരു സത്യം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഒരു CPM നേതാവിൻ്റെ. അതും അവരുടെ ചെങ്കോട്ടയായിട്ടുള്ള കണ്ണൂരിലെ, ആ കണ്ണൂരിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പി ഹരീന്ദ്രൻ ഉറച്ച സ്വരത്തിൽ ഒരു സത്യം പറഞ്ഞിരിക്കുന്നു. ഇതുവരെ പ്രീണനത്തിൻ്റെ പാതയിലൂടെ കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഹിന്ദുയിസത്തിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും ഹിന്ദുക്കൾക്ക് പൊതുവെ എതിരെയും ചലിച്ചുകൊണ്ടിരുന്ന CPMൻ്റെ ജിഹ്വകൾ അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ട്. എല്ലാ ജിഹ്വകൾ എന്ന് പറയുമ്പോൾ ദേശാഭിമാനിയും കൈരളിയും മാത്രമല്ല, അവരുടെ നേതാക്കളുടെ നാക്കുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ അതെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വരം കണ്ണൂരിൽ നിന്ന് നമ്മൾ കേട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഹർഷപുളകിതനാവുകയാണ് ഒരു CPM നേതാവിൽ നിന്ന്. പി ഹരീന്ദ്രൻ എന്ന് പറയുന്ന അവിടെ അദ്ദേഹം ഒരു സ്വരഗോപുരം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്ന ഇതാണ്, യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. അതായത് അവിടെ പാലത്തായി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു കേസിൽ ഒരു പോക്സോ കേസ് പ്രതിയാക്കി അവിടുത്തെ ഒരു യുവാവിനെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതെല്ലാം SDPIയുടെ കേഡറുകളാണ്. വലിയ ഉത്സാഹ കമ്മിറ്റിയായിട്ട് അവർ മുന്നോട്ട് വന്നു. അത് കേസാക്കി ഇദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിലടച്ചു. അന്നേ BJPയും അതിൻ്റെ ജിഹകളും ജന്മഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പറഞ്ഞത് കെട്ടിച്ചമച്ച കേസാണ്, വെറുതെ അദ്ദേഹത്തിനെ പ്രതിയാക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് പത്രങ്ങളും ഏകദേശം അതങ്ങനെയാണെന്നുള്ള ഒരു സൂചന നമുക്ക് നൽകുകയുണ്ടായി. വെറുതെ ശിക്ഷിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന പറയുന്നതും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്നതും 1000 അപരാധികൾ വെറുതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഈ കേസിൽ വാസ്തവത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റ് വർഗീയ പാർട്ടികൾ കാണിക്കുന്നത് പോലൊരു ആവേശം, ഇദ്ദേഹത്തിനെ വെറുതെ കെട്ടിച്ചമച്ച കേസാണ്, ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരെ ഇടും എന്നുള്ള വാക്കുകളൊന്നും BJP പറഞ്ഞില്ല. തെറ്റ് ചെയ്തവൻ അവന്റെ ശിക്ഷ അനുഭവിക്കട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ സർ. അതിനൊന്നും ആർക്കും അതൊരു BJP ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാകില്ല, RSS ആയതുകൊണ്ട് ഉണ്ടാകില്ല നമുക്ക് പറയില്ല. മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴാണ് വിഷം കലരുന്നത് എന്നുള്ളത്, മനുഷ്യൻ എപ്പോഴാണ് മൃഗമാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഈ പാലത്തായി കേസില് പെൺകുട്ടിക്ക് തുണയായത് CPM ആണ്. സ്വാഭാവികമായും BJPക്കെതിരെ ഉണ്ടാകുന്ന ഒരു വിഷയം. അപ്പോ SDPI മുസ്ലിം ലീഗ് ഒരുമിച്ച് ഇറങ്ങിയാലും അതിലേക്ക് CPMന്റെ സഹായം ചെയ്യുന്നതിൽ നമുക്കൊരു പുതുമയൊന്നും തോന്നുന്നില്ല. അതൊരു പുതുമയായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ അന്തർധാരയിലൂടെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ സർ. അപ്പോ ഈ പറയുന്ന വിഷയത്തിലും ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇക്കാലം അത്രയും CPM ആണ് കേസ് നടത്തിപ്പുമായിട്ട് നടന്നത്. കേസിന്റെ നടത്തിപ്പിനോ സാക്ഷി വിസ്താരത്തിനോ ആരും ഉണ്ടായിട്ടില്ല. പാലത്തായി പെൺകുട്ടിക്ക് എന്തെങ്കിലും സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരി ഈ കേസിനെ CPMന് എതിരായി, അതായത് തിരിച്ചുവിടുക എന്നതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര ഉസ്താദുമാർ പീഡിപ്പിച്ച കേസാണ് ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആരും നോക്കാറില്ല. അതിന്റെ പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിമാണ് എന്നാണ് SDPIയുടെ ചിന്ത. ഇത് വർഗീയതയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. 100% ശരിയാണ്. CPMുമായിട്ട് ഒരേ വേവ് ലെങ്ത്തിൽ നിൽക്കുന്ന വാക്കുകളാണ് പി ഹരീന്ദ്രൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. ഈ പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഇതിലെ പ്രതി ഒരു പത്മരാജൻ, ആ പേരാണ് പ്രശ്നം.
ആ പേരാണ് പ്രശ്നം. ആ പേര് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചുകൊണ്ട്, ഒരു ഉത്സാഹ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിച്ചത്. നോക്കൂ എത്രമാത്രം വർഗീയ മലിനീകരണം സംഭവിച്ചതാണ് അവരുടെ മനസ്സെന്ന്. ഈ പി ഹരീന്ദ്രൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്തല്ലേ, എതിർക്കോട്ടകളിൽ നിന്ന് ശക്തമായിട്ടുള്ള സൈബർ ആക്രമണവും മറ്റും വരുമ്പോഴും എതിരെ അല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഫാക്ട് ആണ്. ഒരിക്കലും അദ്ദേഹം നിൽക്കുന്ന പാർട്ടിക്ക് എതിരെ പോലും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയും വലുതായിട്ടൊന്നും CPM-ൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിനെ വകവയ്ക്കാതെ ആ ഭീഷണിയെയും വകവെക്കണം. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഭീഷണിയുണ്ട്, മറുവശത്ത് SDPയുടെ ഭീഷണി. അവരെന്തും ചെയ്തു കളയും. ആ കൈവെട്ടിയ ആളിലെ കേസുകളിലെ പ്രതികളെ ഇപ്പോൾ ഓരോരുത്തരെയായിട്ട് NIA പിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ഉണ്ട്. അപ്പോൾ ഇനിയും തീരാത്ത അറകളുണ്ടതിന്. രാവണൻ കോട്ട പോലെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്ര അഗാധമാണ് അവരുടെ തീവ്രവാദ ബന്ധങ്ങളും. അങ്ങനെയുള്ള ഒരു പാർട്ടി അവരുടെ കേന്ദ്രങ്ങളിൽ ഒന്നായ കണ്ണൂരിൽ വെച്ച് തന്നെ, കണ്ണൂരിലാണല്ലോ ഏതോ ഒരു കൊലപാതക കേസിലെ പ്രതിയെ, അതാരുമായിക്കോട്ടെ, അതിന് പ്രതികാരി 24 മണിക്കൂറിനകം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ 24 മണിക്കൂറിനകം തന്നെ അവൻ്റെ ലൊക്കേഷൻ പച്ച വെളിച്ചമുള്ള പോലീസിൻ്റെ സഹായത്തോടു കൂടി, പച്ച ടോർച്ചിൻ്റെ സഹായത്തോടു കൂടി കണ്ടെത്തി കൊന്നത്. അത്ര അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു, 24 മണിക്കൂറിനകം നിങ്ങളെ കൊല്ലും. അത് വാസ്തവത്തിൽ ഒരു ക്രിമിനൽ കുറ്റമാണ്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഒറ്റയാളും അറസ്റ്റിലായിട്ടില്ല. അതുപോലെ തന്നെയാണ് പി ഹരീന്ദ്രൻ പറഞ്ഞത്. മദ്രസകളിൽ കൊച്ചു പെൺകുട്ടികളെ പോക്സോ കേസിൽ പെടാവുന്ന കേസായിട്ട് എത്ര പേരാണ് ഈ പീഡിപ്പിച്ചിട്ടുള്ളത്. കൊച്ചു പെൺകുട്ടികളെ അവിടെ ദൈവത്തെപ്പറ്റി മതത്തെപ്പറ്റി പഠിപ്പിക്കുന്ന പാഠശാലകളിൽ അങ്ങനെ ചെയ്യുന്ന ദുഷ്ടന്മാർ എത്രയോ പേരുണ്ട്. അതിൽ നമ്മളറിയുന്നത് ഒരു 100 പേര് ഇങ്ങനെയുള്ള പീഡനങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒരാളുടെ കേസാണ്. ആ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. അവിടെ RSS ഒരു കമ്മിറ്റിയും രൂപീകരിച്ചുകൊണ്ട് ഈ കേസിന് വേണ്ടി, പെൺകുട്ടിക്ക് വേണ്ടി പോരാടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് പത്മരാജൻ എന്ന് പറയുന്ന ശത്രുവാണോ നിങ്ങൾ ഈ കേസിലേക്ക്? കാരണം അദ്ദേഹം ഹിന്ദുവായി പോയി എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ കുറ്റവാളികളായിട്ട് തീരുന്നത്. പക്ഷേ മദ്രസകളിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉസ്താദുമാർ പ്രതിയാവുമ്പോൾ നിങ്ങൾ മൗനവാത്മീകത്തിൽ ഒളിച്ചു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതല്ലേ. ഈ കേസിൽ ഏതെങ്കിലും ഒരാൾ ശിക്ഷിക്കപ്പെട്ടതായിട്ട് നമ്മൾ ഇന്ന് വരെ വാർത്ത വായിച്ചിട്ടുണ്ടോ? മാസത്തിൽ 1 എന്നുള്ള കണക്കിലെങ്കിലും ഇത്തരത്തിലുള്ള മദ്രസയിലെ പീഡനങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഇപ്പോഴും പറയുന്നു, പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകന് അത്തരത്തിലൊരു പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കുറ്റം തന്നെയാണ്. അപ്പോൾ അത് ശിക്ഷ അദ്ദേഹം അനുഭവിക്കേണ്ടതാണ്. മറിച്ച് അദ്ദേഹം അത് അനുഭവിക്കട്ടെ, പക്ഷെ അതൊരു ആഘോഷമായിട്ട് കൊണ്ടാടുക എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ പ്രശ്നം വരാൻ പോകുന്നത് ഈ പി ഹരീന്ദ്രൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു മാഷാ അള്ളാ സ്റ്റിക്കർ പതിച്ച വണ്ടി വരാനൊന്നും അധികം താമസം ഉണ്ടാകാനുള്ള അദ്ദേഹം പോകുന്ന വഴിയിൽ അദ്ദേഹം സൂക്ഷിച്ച് നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അഭിമന്യുവിന്റെ കാര്യത്തിൽ ആരെയും ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. അഭിമന്യുവിന്റെ കാര്യം പോലെ ഈ ഹരീന്ദ്രൻ മറ്റൊരു അഭിമന്യുമായിട്ട് തീരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കണ്ണൂരിൻ്റെ മണ്ണ് അത്രമാത്രം വർഗീയമായിട്ട് കലുഷിതമാക്കിയിരിക്കുകയാണ് SDPയും അതിനു മുമ്പ് PFും ചേർന്നുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും ക്രക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത് മതേതരത്വം എന്നുള്ള മണി എപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് SDPക്ക് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഹരീന്ദ്രനെതിരായിട്ട്, സത്യത്തിനെതിരായിട്ട് നിലവിൽ വന്നിരിക്കുന്നു. സത്യം ഇതാണ്. ഇതിൽ പത്മരാജൻ പ്രതിയായതുകൊണ്ടാണ് ഇത്ര ആവേശം കാണിക്കുന്നത്. പെൺകുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ല. പെൺകുട്ടിയെ സഹായിച്ചിട്ടുള്ളത് സ്പഷ്ടമായിട്ട് ഹരീന്ദ്രൻ പറയുന്നത് പോലെ തുണയായിട്ട് നിന്നിട്ടുള്ളത് CPMുമാണ്. ആ CPMനെ വേട്ടയാടുകയാണ് SDPയും മുസ്ലിം ലീഗും ചേർന്നുകൊണ്ട്. അവർ രണ്ടും കൂടെ അങ്ങ് ഒന്നായി. അപ്പോൾ നോക്കിക്കൊള്ളണം. അപ്പോൾ മുസ്ലിം ലീഗിനുള്ളിൽ മതേതരത്വമല്ല വർഗീയത ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. SDPI അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.